എത്ര കത്ത് എഴുതിയിട്ടാ സജിയുടെ ഇവിടേക്കൊന്ന് വരുന്നത്? അതും ഞാൻ അങ്ങോട്ട് വരുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മാത്രം. അതൊക്കെ മായയുടെ തെറ്റിദ്ധാരണയാ. ഒന്നുമല്ല. അന്ന് ആ ഹോട്ടലിൽ ഞാൻ വന്നതിന് ശേഷം സജിയുടെ എന്നോട് ഒരു താല്പര്യമില്ല. സമയമില്ല ഏട്ടാ മായേ. സ്നേഹമുണ്ടെങ്കിൽ സമയം ഉണ്ടാവും. സ്നേഹമില്ലാന്ന് മായ അങ്ങ് തീർച്ചപ്പെടുത്തിയോ? ഉവ്, എനിക്കത് തീർച്ചയായി. ഇല്ലെങ്കിൽ സജേട്ടൻ കൂടെ കൂടെ എന്നെ കാണാൻ വന്നേനെ. സജേട്ടന്റെ സ്നേഹം കാര്യം കാണാനുള്ള സ്നേഹം മാത്രമായിരുന്നു. അന്ന് ഞാൻ ആ ഹോട്ടലിൽ വരരുതായിരുന്നു. സജേട്ടനെ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കരുതായിരുന്നു. ശരി, ഇനി എന്നെ കണ്ണടച്ച് വിശ്വസിക്കണ്ട. ഞാൻ വിളിച്ചാ ഒരിടത്തും വരികയും വേണ്ട. അത് ശരി, സജേട്ടനിപ്പോ എന്നെ വേണ്ടതായി അല്ലേ? അതെ, വേണ്ടതായി. ഒന്ന് ഞൊടിച്ചാ എവിടേക്ക് ഓടി വരുന്ന പെണ്ണിനെ ഏതാണ് വേണ്ടത്? എല്ലാ പെണ്ണുങ്ങളും പഠിക്കേണ്ട പാഠമാണിത്. പെട്ടെന്ന് വലയിൽ വീഴുന്ന പെണ്ണിനോട് അപ്പോഴത്തെ സ്നേഹമേ കാണൂ ഏത് പുരുഷനും. എത്ര ദുർമാർഗയായ പുരുഷനും സ്വന്തം ജീവിതത്തിൽ കുടിയിരുത്താൻ ആഗ്രഹിക്കുക നന്മ നിറഞ്ഞ പതിവൃതയായ ഒരു പെണ്ണിനെ. സജേട്ടനല്ലാതെ ഒരു പുരുഷനോടൊപ്പവും ഞാൻ പോയിട്ടില്ല. അതിപ്പോ എനിക്ക് എങ്ങനെ അറിയാം? ഞാൻ ഗർഭിണിയാണ് സജേട്ടാ. തുടർച്ചയായി കത്തെഴുതിയപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നി ഇങ്ങനെ വലുതായിരിക്കുന്നു. സർവ്വകുറ്റവും എന്റെ തലയിൽ കെട്ടിവെക്കണ്ട. സർവ്വകുറ്റവും ഞാൻ ഏറ്റോളാം. സജേട്ടൻ എന്നെ കല്യാണം കഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എനിക്കല്ല നഷ്ടം. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഒരു ഡോക്ടറെ കാണും. മോശമല്ലാത്തൊരു തുക ഞാൻ അങ്ങ് ഏൽപ്പിക്കാം. എന്നെ കല്യാണം കഴിച്ചോളി സജേട്ടാ. അങ്ങനെയാണല്ലോ സജേട്ടൻ പറഞ്ഞിരുന്നത്. ആണുങ്ങളാവുമ്പോ അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ അതൊന്നും വിശ്വസിക്കില്ല. സജേട്ടന്റെ വീട് കണ്ടുപിടിച്ച് ഞാൻ അങ്ങോട്ട് വന്നാലോ? നാണം കെട്ട് മടങ്ങി പോരേണ്ടി വരും. ഒരു ഭാര്യയും 2 കുട്ടികളും എനിക്കവിടെ ഉണ്ട്. എന്നിട്ട് നിങ്ങൾ അതെല്ലാം മറച്ചു വെച്ചു. ബുദ്ധിയുള്ള ആണുങ്ങൾ അങ്ങനെയാ. മണ്ടികളായ പെണ്ണുങ്ങൾ ഇങ്ങനെയും. പണം വേണമെങ്കിൽ പറ കൊണ്ടുവന്നുണ്ട്. ഈ രംഗം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ വന്നത്. ആണ് പെണ്ണു കെട്ടവനെ. ഗർഭിണിയാണെങ്കിൽ ഞാൻ പ്രസവിക്കും. പക്ഷേ ഇനി എനിക്ക് നിന്നെ വേണ്ട. ആ പണം നിന്നെ അമ്മയ്ക്കും പെങ്ങൾക്കും കൊണ്ട് കൊടുക്ക്. മായേ, മായക്കുട്ടി, എന്താ അയാള് പറഞ്ഞത്? മോളെ, കഥവ് തുറന്നേ. മോളെ, മായക്കുട്ടി, കഥവ് തുറക്ക്. അയ്യോ, ഒന്ന് ഓടി വരണേ. അയ്യോ, എന്റെ കുട്ടി, വാതിൽ തുറക്ക എന്റെ കുട്ടി. അയ്യോ, ഒന്ന്